വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ 42ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം. ജിയോ എയർ ഫൈബർ വെറും 599 രൂപയ്ക്ക്. വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് LP സ്കൂളിന്റെ 42ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവുമാണ് വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് പാരിഷ് ഹാളിൽ വെച്ച് നടന്നത്. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തലോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. മാറുകയാണ്. എല്ലാവിധ വിവാദങ്ങളും നേരിടുന്നു. ദീർഘമായ ഒരു സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരൽപ്പം വൈകിയാണ് എത്തിയത്. അതുകൊണ്ടെന്നാൽ ചെറുതോണിയിൽ മറ്റൊരു പരിപാടിയിൽ നേരത്തെ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിക്കുന്നതിന് ഒരൽപ്പം വൈകിയപ്പോഴാണ് വരാൻ വൈകിയത്. ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ സ്കൂൾ വാർഷികങ്ങളുടെ ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലും ഉന്നതമായ നിലവാരത്തിൽ മികച്ച പാഠ്യേതര ബിരുദങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാ സ്കൂളുകളെയും വെച്ച് നോക്കുമ്പോൾ വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് സ്കൂള് മികച്ച തലത്തിൽ തന്നെ ഏറ്റവും മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഏറെ ആശ്വാസകരവും നാളെയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നിരന്തരവുമാണ്. നാളെയുടെ വാഗ്ദാനങ്ങളെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്ത് ഏറെ കാതലായ മാറ്റങ്ങൾ വരുത്തപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിലും അതിനനുസരിച്ച് മികച്ച പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും മികവിൻ്റെ ഒരു കേന്ദ്രമാക്കി നമ്മുടെ ഈ വിദ്യാലയത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. എല്ലാ ഇടങ്ങളിലും വെച്ച് ഏറ്റവും മാതൃകയാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. അങ്ങനെ വരുമ്പോൾ വെള്ളയാങ്കുടി സ്കൂളിനെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കും പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ഡെഡിക്കേറ്റഡായ ഏറ്റവും പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂൾ മാനേജ്മെൻറ്റ്, അധ്യാപകരെ, രക്ഷകർത്താക്കളെ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. സാമൂഹിക വിപത്തുകളൊക്കെ ഏറ്റവും വലിയ തോതിൽ പ്രതിസന്ധി വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ പേരിൽ കേരളം ഇന്ന് വളരെയധികം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റുമുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റ് തരത്തിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും പ്രതിസന്ധിയും. പരിപാടിയോടനുബന്ധിച്ച് ദീർഘനാളത്തെ സേവനത്തിന് ശേഷം അധ്യാപനത്തിൽ നിന്ന് വിരമിക്കുന്ന സ്കൂൾ അധ്യാപിക ലൈസമ്മ ജോസഫിന് യാത്രയയപ്പ് നൽകി. കുട്ടികൾ കൈയടിച്ച് അഭിനന്ദനങ്ങൾ അറിയിക്കുക. ടീച്ചറിനുള്ള നമ്മുടെ ഡിവിഷണൽ സെക്രട്ടറി ഡോക്ടർ ജോർജ് കടിയെ ടീച്ചറിന് നൽകുന്നു. കൂടാതെ പഠനരംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. യോഗത്തിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു. ആഘോഷ പരിപാടികളുടെ ആരംഭത്തിൽ നടന്ന കുട്ടികളുടെ ചെണ്ടമേളം ഏറെ ശ്രദ്ധ നേടി. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റെവറന്റ് ഫാദർ ജോർജ് തകടിയേൽ, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കട്ടപ്പന AEO യശോധരൻ KK, സ്റ്റാഫ് സെക്രട്ടറി റാണി മാത്യു, സ്കൂൾ ഹെഡ് മാസ്റ്റർ സൈജു മോൻ ജോസഫ്, നഗരസഭാ കൗൺസിലർ ബീന സിബി, മുൻ ഹെഡ് മാസ്റ്റർ PM തോമസ് തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അവിടെ ഹോൾഡ്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഇനി നിങ്ങൾക്ക് സ്വന്തം. ജിയോ എയർ ഫൈബർ വെറും 599 രൂപയ്ക്ക്. 800 പരം ഡിജിറ്റൽ TV ചാനൽസ്, 15 OTT പ്ലാറ്റ്ഫോംസ്, പ്രതിമാസം 1000 GB ഡേറ്റ, കൂടാതെ സെറ്റ് ബോക്സ് തികച്ചും സൗജന്യം. തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.